ഈ വീഡിയോ ആദ്യവസാനം കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. Welcome friends to iLlama Screen, the best place that you've ever seen. Feeling ready for the day? Let's get started right away. You've got this, let's learn and grow. You've got this, let's learn and grow. ഹലോ, പുതിയൊരു ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളിപ്പോ ഒരു മീറ്റിങ്ങിന് പോകുന്ന വഴിയാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാഫിക്കിൽ. അതെ, നല്ല ഒന്നാന്തരം ട്രാഫിക്കിൽ പെട്ടിരിക്കാകാം. ശരിയാ. അതും അല്ലെങ്കിൽ ഒരു ചൂട് ചായയും കുടിച്ച് പുതിയതെന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിരിക്കാകാം. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാതെ എന്നാൽ ശരിക്കും ചിന്തിപ്പിക്കുന്ന ചില കിടിലൻ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെ സമയം ഒട്ടും പാഴാകില്ല എന്ന് ഉറപ്പാണ്. നമുക്കിതൊന്ന് പരിശോധിക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തമായ 5 കാവ്യസൃഷ്ടികളെക്കുറിച്ചാണ്. ആ ഒരു കാര്യം ആദ്യമേ പറയാം, ഇതൊരു ക്ലാസ് മുറിയിലെ പരീക്ഷാ പഠനം പോലെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ല, അതൊരു ബോറൻ പരിപാടിയാകുമല്ലോ. മറിച്ച് മനുഷ്യജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്ന ആ ഒരു വൈകാരിക യാത്രയുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള വലിയൊരു അന്വേഷണമാണിത്. അതായത് യുവത്വത്തിന്റെ വിപ്ലവവീര്യം മുതൽ വാർദ്ധക്യത്തിന്റെ നിസ്സഹായത വരെ നീളുന്ന നമ്മുടെയൊക്കെ ഉള്ളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീപ്പ് ഡൈവ്. ഈ 5 കൃതികളും മനുഷ്യനെന്ന നിലയിൽ നമ്മൾ കടന്നുപോകുന്ന പലതരം അനുഭവങ്ങളുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ ഒരു ടൈം ലൈൻ, മനുഷ്യജീവിതത്തിന്റെ ഒരു ടൈം ലൈനാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വാർദ്ധക്യത്തിന്റെ ഏകാന്തത, പിന്നെ കാലം മനുഷ്യബന്ധങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പ്രകൃതിയുമായുള്ള നമ്മുടെ ആ ഒരു ജൈവപരമായ ബന്ധം. അതെ, ഒപ്പം ഈ കാണുന്ന ജീവിതം എത്രത്തോളം ക്ഷണികമാണ് എന്ന തിരിച്ചറിവ്, പിന്നെ മനുഷ്യന്റെ ഉള്ളിലെ ഒരിക്കലും അടങ്ങാത്ത ആ വലിയ സർഗശക്തി. എന്താ പറയാ, ഇത്രയും വിശാലമായ വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. സത്യം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എവിടെയോ നിർത്തിവെച്ച ചില ചിന്തകളെ വീണ്ടും ഉണർത്താൻ ഈ ഡീപ്പ് ഡൈവ് തീർച്ചയായും നിങ്ങളെ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെ കടക്കാം അല്ലേ? ആദ്യത്തെ വിഷയം തന്നെ നമ്മുടെ ഉള്ളൊന്ന് പിടയുന്ന ഒന്നാണ്. റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന കവിത. ശരിക്കും ആ കവിതയിലെ വരികൾ കേട്ടപ്പോൾ വല്ലാത്തൊരു ശ്വാസമുട്ടലായിരിക്കും അല്ലേ? എൻ്റെ അമ്മോ, അതെ, വല്ലാത്തൊരു ശ്വാസമുട്ടലാണ് എനിക്ക് തോന്നിയത്. സ്വന്തം മകനെ, ആ വയസ്സായ അമ്മയെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടി കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു മകൻ. ആ അമ്മയുടെ രൂപം കവി വർണ്ണിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ആ കണ്ണുകളെക്കുറിച്ചുള്ള വർണ്ണന. അതെ, അവരുടെ കണ്ണുകൾക്ക് മങ്ങിപ്പഴകിയ ഒരു പിഞ്ഞാണത്തിന്റെ നിറമായിരുന്നു എന്നാണ് പറയുന്നത്. കൈകളാകട്ടെ ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ പോലെ മെലിഞ്ഞൊട്ടിയിരുന്നു. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോകുന്നത് എങ്ങോട്ടാണെന്നോ എന്തിനാ കൊണ്ടുപോകുന്നതെന്നോ അവർ ചോദിക്കുന്നതേയില്ല. അവർക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോ അവർ തികച്ചും നിസ്സഹായാണ്. ഇതില് ആ മങ്ങിപ്പഴകിയ പിഞ്ഞാണം എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. അതൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ, ഒരു കാലത്ത് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന, എന്നാൽ പഴയതായപ്പോൾ അടുക്കളയുടെ ഏതോ മൂലയിലേക്ക് മാറ്റപ്പെട്ട ഒരു വസ്തുവാണ് ഈ പിഞ്ഞാണം എന്ന് പറയുന്നത്. അതുപോലെയാണ് ആ അമ്മയുടെ അവസ്ഥയും. ശരിയാ, ഒരു കാലത്ത് ആ വീടിന്റെ നെടും തൂണായിരുന്നവർ ഇന്ന് ആർക്കും വേണ്ടാത്തൊരു വസ്തുവായി മാറി. അതെ. പിന്നെ ആ മകൻ അമ്മയെ എവിടെയൊക്കെയാണ് ഉപേക്ഷിക്കാൻ നോക്കുന്നതെന്ന് നോക്കൂ. ആളൊഴിഞ്ഞ തെരുവിലെ ഒരു വലിയ ഷോപ്പിംഗ് മാളിനു മുന്നിൽ, പിന്നെ ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത്, അതുപോലെ ഒരു വിദ്യാലയത്തിനു മുന്നിൽ. ഇതൊക്കെ നമ്മുടെ ആധുനിക നഗരവൽക്കരണത്തിന്റെ അടയാളങ്ങളല്ലേ? ആണ്. പക്ഷെ ഇവിടെ ഒരു നിമിഷം,
ഒറ്റ നോട്ടത്തിൽ ആ മകൻ ഒരു വലിയ ക്രൂരനാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അയാൾക്കും വല്ലാത്തൊരു മാനസിക സംഘർഷമുള്ളതായി കവിതയിൽ കാണുന്നില്ലേ? തീർച്ചയായുമുണ്ട്. അയാൾക്ക് പെട്ടെന്നങ്ങ് അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴും പഴയകാല ഓർമ്മകൾ അയാളെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അയാൾ അമ്മയെ തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ തമാശ അഥവാ വലിയൊരു ദുരന്തം കിടക്കുന്നത്. അയാൾ സ്വന്തം അമ്മയേക്കാൾ ഭയക്കുന്നത് വീട്ടിലിരിക്കുന്ന ഭാര്യയെയാണ്. അതെ, തിരികെ ചെന്നാൽ ഭാര്യ എന്തു പറയും, എന്തുമാത്രം വഴക്കുണ്ടാവുമെന്നോർത്ത് അയാളുടെ തല പിരുക്കുകയാണ്. ശരിക്കും അയാൾ ഈ ആധുനിക ജീവിത രീതിയുടെ ഒരു ഇരയല്ലേ? അതൊരു നല്ല നിരീക്ഷണമാണ്. കവി അയാളെ വെറുമൊരു വില്ലനായിട്ടല്ല ചിത്രീകരിക്കുന്നത്, മറിച്ച് ഇന്നത്തെ ഈ അണുകുടുംബ വ്യവസ്ഥിതിയിൽ പെട്ടുപോയ വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. അതെ, അയാൾക്ക് അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇന്നത്തെ സമൂഹത്തിന്റെ ഘടന അയാളെ അതിന് നിർബന്ധിതനാക്കുകയാണ്. എന്നാൽ ഇതിന്റെ ക്ലൈമാക്സ് ഇതിലും ഭയാനകമാണ്. തിരികെ പോകുന്ന വഴിയിൽ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മ മരിച്ചിരുന്നു. മരിച്ച ആ അമ്മയുടെ കണ്ണുകൾ അയാളെ ദയയില്ലാതെ നോക്കുകയാണെന്ന് കവി പറയുന്നുണ്ട്. ആ നോട്ടം അയാളുടെ മനസാക്ഷിക്കുള്ള വലിയൊരു പ്രഹരമാണ്. ഒരിക്കലും മായാത്ത ഒരു വലിയ കുറ്റബോധം. കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അനാഥരായ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഉപേക്ഷിക്കാൻ ഇന്ന് സർക്കാർ തലത്തിൽ തന്നെ അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ശരിയാണ്, ആശുപത്രികൾക്ക് മുന്നിലൊക്കെ കാണാം. എന്നാൽ ഈ നഗരവൽക്കരണത്തിന്റെയും അണുകുടുംബങ്ങളുടെയും കാലത്ത് മനുഷ്യർക്ക് പരസ്പരം നോക്കാൻ സമയമില്ലാത്ത ഈയൊരവസ്ഥ തുടർന്നാൽ നാളെ ഇതേപോലെ വൃദ്ധരായ അമ്മമാരെയും അച്ഛന്മാരെയും ഉപേക്ഷിക്കാനും നമുക്ക് തെരുവുകളിൽ അമ്മത്തൊട്ടിലുകൾ വേണ്ടിവരുമെന്നാണ് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വല്ലാത്തൊരു ചിന്തയാണത്. മനുഷ്യബന്ധങ്ങളെയും പ്രണയത്തെയും കാലം എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അവിടെയാണ് കുമാരനാശാന്റെ നളിനി എന്ന കാവ്യത്തിലെ പ്രിയദർശനം എന്ന ഭാഗം പ്രസക്തമാകുന്നത്. ആഹാ, ആശാന്റെ നളിനി വളരെയേറെ ആഴമുള്ളൊരു സൃഷ്ടിയാണത്. അതെ, നമുക്ക് ഈ അമ്മത്തൊട്ടിലെ സങ്കടങ്ങളിൽ നിന്നും മാറി ഹിമാലയ സാനുക്കളിലെ ആത്മീയമായൊരു അന്തരീക്ഷത്തിലേക്ക് വരാം. വർഷങ്ങൾക്ക് ശേഷം ദിവാകരനും നളിനിയും കണ്ടുമുട്ടുകയാണിവിടെ. വലിയൊരു കാത്തിരിപ്പിന് ശേഷമുള്ള കണ്ടുമുട്ടൽ. അതെ, യുവാവായിരിക്കെ നാടുവിട്ട ദിവാകരനെ മനസ്സിൽ വിചാരിച്ച് ആ ഒരു പ്രണയം മാത്രം നെഞ്ചിലേറ്റി ജീവിക്കുകയായിരുന്നു നളിനി. വളരെ കാലങ്ങൾക്ക് ശേഷം ആ ദിവാകരനെ കണ്ടപ്പോൾ തന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്നവൾ വിശ്വസിക്കുന്നു. എന്നാൽ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നളിനിയെ കണ്ട ഉടനെ ദിവാകരൻ അവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് നളിനിക്ക് വലിയൊരു സങ്കടമായില്ലേ? അതെ, അതിൽ സങ്കടപ്പെട്ട് നളിനിയുടെ കണ്ണുകൾ നിറയുമ്പോൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളിയണിഞ്ഞ പനിനീർ പൂവുപോലെ അവളുടെ മുഖം മനോഹരമായി കാണപ്പെട്ടു എന്നാണ് ആശാൻ അവിടെ വർണ്ണിക്കുന്നത്. എന്തുകൊണ്ടാണ് ദിവാകരൻ അവളെ തിരിച്ചറിയാതിരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാലം വരുത്തിയ മാറ്റങ്ങൾ തന്നെയാകുമല്ലോ. കൃത്യമായി പറഞ്ഞാൽ, പണ്ട് താൻ കണ്ട ആ ചെറിയ പെൺകുട്ടി ഇപ്പോൾ വളർന്ന് വലിയൊരു യുവതിയായി മാറിയിരിക്കുന്നു. ബാഹ്യമായ രൂപത്തിൽ കാലം വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഏറെ നാൾ സ്നേഹിച്ചിരുന്നവർ വേർപിരിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോഴുള്ള സ്നേഹം അപൂർണമായിരിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും മാറുന്നത് രൂപം മാത്രമല്ലല്ലോ. അല്ലേ അല്ല, അവരുടെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും അടിമുടി മാറിയിരിക്കുന്നു അവിടെ. അതെ, നളിനി ഇപ്പോഴും ആ പഴയ പ്രണയത്തിൽ, ആ വ്യക്തിബന്ധത്തിൽ തന്നെ നിൽക്കുമ്പോൾ ദിവാകരൻ ആ തലത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ടു പോയി കഴിഞ്ഞു. ഇതൊരു പക്ഷേ നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? അതായത് പഴയ സുഹൃത്തുക്കളെയോ പ്രണയിതാക്കളെയോ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുമ്പോൾ നമ്മൾ ഓർമ്മകളിൽ സൂക്ഷിച്ച പഴയ ആളായിരിക്കില്ല അവരിപ്പോൾ. അവരുടെ ചിന്തകളും ലോകമൊക്കെ മാറിയിട്ടുണ്ടാവും. അതുപോലെയല്ലേ ഇത്? തീർച്ചയായും. ഇവിടെ ദിവാകരൻ സന്യാസം സ്വീകരിച്ച് ലോകസേവനത്തിന് ഇറങ്ങിത്തിരിച്ചൊരാളാണ്. അവിടെ ദിവാകരൻ പറയുന്നൊരു വലിയ തത്വമുണ്ട്. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ നിറവേറ്റാൻ ഓരോ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ അവരവരുടെ വഴികൾ വേറെയാണെന്ന്. അതെ, ദിവാകരൻ ഇപ്പോൾ വ്യക്തിപരമായ പ്രണയത്തേക്കാൾ വലുത് ഈ ലോകസേവനമാണ്.
അന്യർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ സ്വന്തം ജീവിതം മാറ്റിയെടുക്കുന്നവരാണ് യഥാർത്ഥ വിവേകികൾ എന്ന് ദിവാകരൻ നളിനിയെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം സുഖങ്ങൾക്കും വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും അപ്പുറം വിശാലമായ ലോകത്തിന്റെ നന്മയ്ക്കായി മനുഷ്യൻ വളരണമെന്ന വലിയൊരു സന്ദേശമാണ് ഈ കണ്ടുമുട്ടലിലൂടെ കവി നൽകുന്നതല്ലേ? അതെ, സ്നേഹം എന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അത് ലോകം മുഴുവൻ വ്യാപിക്കേണ്ട ഒന്നാണ്. എത്ര മനോഹരമായ ദാർശനികതയാണ്! വ്യക്തിപരമായ പ്രണയത്തിൽ നിന്ന് ഈ പ്രപഞ്ചസ്നേഹത്തിലേക്കുള്ളൊരു വളർച്ച. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവും പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം മനോഹരമാണെന്ന് കാണിച്ചു തരുന്ന ഒരു കവിതയുണ്ടിതിൽ. വൈലോപ്പിള്ളിയുടെ കവിതയല്ലേ ഓണമുറ്റത്ത്? അതെ, വൈലോപ്പിള്ളിയുടെ കവിതയിലെ ആ വരികൾ കേട്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. ഓണമുറ്റത്ത് നമ്മളൊക്കെ ഓണം ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രകൃതി മഹാബലിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണെന്ന ആ ഒരു സങ്കല്പം, അതൊരു ഒന്നൊന്നര സങ്കല്പം തന്നെയാണ് കേട്ടോ. അതേലോ, പ്രകൃതിയെ കേവലം ഒരു പശ്ചാത്തലമായിട്ടല്ല വൈലോപ്പിള്ളി കാണുന്നത്. അതെ, പ്രകൃതിക്ക് ജീവനുണ്ട്, വികാരങ്ങളുണ്ട്. ഓളക്കാലമാകുമ്പോൾ മേടുകൾ തോറും മഴ കൊണ്ട് വിറച്ചു നിൽക്കുന്ന തുമ്പച്ചെടികളെ കവി കാണുന്നത് മഹാബലിക്ക് നൽകാൻ പൂക്കൂടുകൾ നിറച്ചു നിൽക്കുന്നത് പോലെയാണ്. എന്തു മനോഹരമായ കാഴ്ചയാണത്! അതുപോലെ ദീപം കൊളുത്താൻ അനുയോജ്യമായ മുഹൂർത്തം നോക്കി നാട്ടിവച്ചിരിക്കുന്ന ദീപക്കുറ്റികൾ പോലെയാണ് മുക്കുറ്റിച്ചെടികൾ പൂത്തു നിൽക്കുന്നത്. വയലേലകളുടെ നടുവിൽ വെള്ളിത്താലവുമെടുത്ത് സ്വർണ്ണ നിറത്തിലുള്ള കിഴികളെരിയുന്നതുപോലെ നെൽപ്പാടങ്ങൾ നിൽക്കുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമയാണ്. രാത്രിയിലാകട്ടെ നിലാവത്ത് കമ്മുകുമരങ്ങൾ പൂവരി തൂകി ഭംഗിയിൽ നിൽക്കുകയാണ്. ഈ ഉദാഹരണങ്ങൾ വെറുതെ ഭംഗിക്ക് വേണ്ടി കവി പറയുന്നതല്ല കേട്ടോ. പ്രകൃതിയും മനുഷ്യന്റെ സംസ്കാരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഇതിലൂടെ കാണിക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്നറിയാമോ? ആ പ്രഭാതകന്യകയുടെ വർണ്ണന. അതിഗംഭീരമായ വരികളാണത്. നീളുന്ന മലയാകുന്ന ചങ്ങലവട്ട വിളക്കിനെടുത്ത് അതിന്റെ തിരിനാളം ചുവന്ന വിരലുകളാൽ നീട്ടിക്കൊണ്ട് തെല്ലൊരു നാണത്തോടെ ഓണക്കോടിയെടുത്തു നിൽക്കുന്ന ഒരു പ്രഭാതകന്യക. ഇതൊന്നാലോചിച്ചു നോക്കിയേ. ഉദിച്ചുവരുന്ന സൂര്യനെയും പ്രഭാതത്തെയും ഒരു പെൺകുട്ടിയായി സങ്കൽപ്പിക്കുകയാണവിടെ. അതെ, ആ പ്രഭാതകന്യകയോട് പനിനീർ കൊണ്ട് മഹാബലി തമ്പുരാന്റെ കാൽ കഴുകിച്ച് മലയാളത്തറവാടിന്റെ മുറ്റത്ത് മണിബീഴത്തിൽ അദ്ദേഹത്തെ ഇരുത്താൻ കവി അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ AC മുറികളിലിരുന്ന് TV-യിൽ ഓണം കാണുമ്പോൾ പ്രകൃതിയുമായുള്ള ഈയൊരു ജൈവബന്ധം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം കവിതകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഈ വലിയ ആവാസ വ്യവസ്ഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ്. ആഘോഷങ്ങൾ വരുമ്പോൾ അത് മനുഷ്യന്റെ മാത്രം ആഘോഷമല്ല, പ്രകൃതിയുടെ കൂടിയാണ്. ശരിയാണ്, ആ ഒരു കൂട്ടായ്മയുടെ ആഘോഷം. എന്നാൽ ഈ ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണെന്ന വലിയൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ അടുത്ത വിഷയം പ്രസക്തമാകുന്നത്. അതെ, യാഥാർത്ഥ്യങ്ങളുടെ ഏറ്റവും വലിയ മുഖം അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണ സാന്ത്വനം. ഇവിടെ സാഹചര്യമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതെ, വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടമാണത്. നാളെ നടക്കാനിരിക്കുന്ന ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങി രാമൻ കാട്ടിലേക്ക് പോകണം എന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ കോപം വരുന്നത് അനുജനായ ലക്ഷ്മണനാണ്. ആയുധമെടുത്ത് സ്വന്തം പിതാവിനെപ്പോലും എതിർത്ത് രാമനെ രാജാവാക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവിടെ ലക്ഷ്മണൻ. ആ ഒരു ദേഷ്യം ലക്ഷ്മണന് വരുന്നത് സ്വാഭാവികമല്ലേ? അതാണ് ഞാനും ചിന്തിച്ചത്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. രാമൻ പറയുന്ന ഈ വലിയ തത്വചിന്തകള് കേൾക്കാൻ നല്ല രസമാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനീതിയും നഷ്ടവും സംഭവിക്കുമ്പോൾ ലക്ഷ്മണനെപ്പോലെ ദേഷ്യപ്പെടുന്നതല്ലേ ഏറ്റവും സ്വാഭാവികമായ മനുഷ്യസഹജമായ വികാരം? ആർക്കായാലും ദേഷ്യം വരില്ലേ ഇതിപ്പോ? ലക്ഷ്മണന്റെ പ്രതികരണം 100% സ്വാഭാവികമാണ്. അത് സാധാരണ മനുഷ്യന്റെ വികാരമാണ്. എന്നാൽ രാമൻ അവിടെ നിൽക്കുന്നത് സാധാരണ മനുഷ്യന്റെ തലത്തിലല്ല. ഈ കാണുന്ന അധികാരവും സമ്പത്തുമെല്ലാം എത്രത്തോളം അർത്ഥശൂന്യമാണെന്ന് രാമന് നന്നായി അറിയാം. ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചാണ് രാമൻ അവിടെ സംസാരിക്കുന്നതല്ലേ? അതെ, ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ എല്ലാം
വെറുമൊരു മിന്നൽ പിണർ പോലെ ക്ഷണികമാണെന്ന് അദ്ദേഹം പറയുന്നു. ചുട്ടുപഴുത്തിരിക്കുന്ന ഇരുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ എന്താണ് സംഭവിക്കുക? അത് നിമിഷനേരം കൊണ്ട് ഇല്ലാതാകും. ആവിയായി പോകും. അതെ. അതുപോലെ പെട്ടെന്ന് ഇല്ലാതായി പോകാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ മനുഷ്യജീവിതവും. പിന്നെ എന്തിനാണ് ഈ നഷ്ടപ്പെടുന്ന അധികാരത്തിനു വേണ്ടി വാളെടുക്കുന്നത് എന്നാണ് രാമൻ ചോദിക്കുന്നത്. ആ ഉപമകൾ വളരെ ശക്തമാണ് കേട്ടോ. അതിലെന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് മറ്റൊരു ഉദാഹരണമാണ്. പാമ്പിന്റെ വായിൽ പകുതി അകപ്പെട്ട ഒരു തവള. അത് പകുതി മരിച്ച അവസ്ഥയിലാണ്. എന്നാൽ പോലും ആ മരണവെപ്രാളത്തിനിടയിലും തന്റെ മുന്നിലൂടെ പോകുന്ന ഒരു ചെറിയ പ്രാണിയെ പിടിക്കാൻ, അതായത് ഇര തേടാൻ അത് ശ്രമിക്കുന്നുണ്ട്. അതെ, വല്ലാത്തൊരു കാഴ്ചയാണത്. നമ്മൾ മനുഷ്യരുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? കാലമാകുന്ന വലിയ പാമ്പിന്റെ പിടിയിലിരുന്നുകൊണ്ടാണ്, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനുഷ്യർ വീണ്ടും വീണ്ടും കൂടുതൽ പണത്തിനും അധികാരത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്നത്. ഇത്രയും വലിയൊരു ഫിലോസഫി ഇത്ര ലളിതമായി പറഞ്ഞുവെച്ചത് ശരിക്കും അത്ഭുതമാണ്. തവളയുടെ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ആധുനിക മനുഷ്യന്റേതും. പ്രായം കൂടുന്നതും സമയം പോകുന്നതും നമ്മൾ അറിയുന്നില്ല. ഇതിൽ കുടുംബബന്ധങ്ങളെക്കുറിച്ച് പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അതെന്തായിരുന്നു? ക്ഷീണിതരായ യാത്രക്കാർ ഒരു വഴിയമ്പലത്തിൽ രാത്രി ഒത്തുകൂടിയിട്ട് പിറ്റേന്ന് രാവിലെ പല വഴിക്ക് പിരിഞ്ഞു പോകുന്നതുപോലെയോ, അല്ലെങ്കിൽ ഒരു നദിയിലൂടെ ഒഴുകിപ്പോകുന്ന പല തടിക്കഷ്ണങ്ങൾ കുറച്ചുനേരം ഒന്നിച്ചു ചേർന്നിട്ട് ഒഴുക്കനുസരിച്ച് വേർപിരിഞ്ഞു പോകുന്നതുപോലെയോ അത്രമാത്രം അസ്ഥിരമാണ് മനുഷ്യന്റെ ഒത്തുകൂടലുകൾ എന്ന് രാമൻ പറയുന്നു. ശരിക്കും കേൾക്കുമ്പോൾ ഒരു സങ്കടം വരും അല്ലേ? ഇതൊരു നെഗറ്റീവ് ചിന്തയല്ല കേട്ടോ. മറിച്ച് അനാവശ്യമായ ദേഷ്യവും അഹങ്കാരവും മാറ്റിവെച്ച് ഉള്ള കാലം സമാധാനത്തോടെ ജീവിക്കാനുള്ള വലിയൊരു തിരിച്ചറിവാണ്. ലോകജീവിതം എന്നത് വെറുമൊരു സ്വപ്നം പോലെയാണെന്ന യാഥാർത്ഥ്യബോധം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, ഈ ട്രാഫിക്കിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ഓഫീസിലെ ചെറിയ തർക്കങ്ങൾ ഒക്കെ എത്ര ചെറുതാണെന്ന് തോന്നിപ്പോകും നമുക്ക്. അപ്പോൾ നമ്മൾ ജനിക്കുന്നു, കുറച്ചുകാലം ജീവിക്കുന്നു, മരിക്കുന്നു, എല്ലാം അസ്ഥിരമാണ്. അതെല്ലാം പ്രകൃതിയുടെ ഒരു നിയമമാണ്. എങ്കിൽ പിന്നെ മനുഷ്യജീവിതത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനു മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലുമുണ്ടോ? അവിടെയാണ് നമ്മുടെ അവസാനത്തെ വിഷയം തീപ്പൊരി പാറിക്കുന്നൊരു ഉത്തരവുമായി വരുന്നത്. അതെ, വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിത. അതെ, നശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് മനുഷ്യന്റെ അടങ്ങാത്ത ആവേശത്തിലേക്കുള്ള വലിയൊരു മാറ്റം. അശ്വമേധത്തിലെ ആ അശ്വം അഥവാ കുതിര എന്നത് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യന്റെ സർഗശക്തിയെയാണ്, അവന്റെ ക്രിയാത്മകതയെയാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാതെ യാതൊരു തടസ്സങ്ങൾക്കും വഴങ്ങാതെ ശിരസ്സുയർത്തിപ്പായുന്ന ഒരു ചെമ്പൻ കുതിര. ശരിക്കും ആ ഒരു ഊർജം നമുക്കും ഫീൽ ചെയ്യും. ഈ സർഗശക്തിയാകുന്ന കുതിരയെ ആർക്കും തടയാനോ തഴയ്ക്കാനോ കഴിയില്ല എന്നാണ് കവി വളരെ ആവേശത്തോടെ അവിടെ പറയുന്നത്. ആ കുതിരയുടെ വർണ്ണനയെന്ന് കേൾക്കണം. അതിന്റെ കണ്ണുകളിലെ തിളക്കം കണ്ടാൽ അറിയാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ്, ആ ഒരു ക്രാന്തദർശിത്വം അതിനുണ്ടെന്ന്. അതിന്റെ കാലുകളിലെ ഉത്സാഹം എന്തിനേയും കീഴടക്കാനുള്ള വെമ്പലിനെയാണ് കാണിക്കുന്നത്. എന്നാൽ എനിക്കൊരു സംശയമുണ്ട്, ഈ സർഗശക്തി മനുഷ്യന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് കവി ചരിത്രം പറയുന്നത്. എന്തെങ്കിലും മന്ത്രതന്ത്രങ്ങൾ കൊണ്ടോ മായാജാലം കൊണ്ടോ മനുഷ്യൻ നേടിയെടുത്തതല്ല ഇത്. പിന്നെങ്ങനെയാ? അനേകം വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയോട് പടപൊരുതി നമ്മുടെ പൂർവികർ നേടിയെടുത്തതാണത്. കാടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഗുഹാചിത്രങ്ങൾ വരച്ചും നാടോടിപ്പാട്ടുകൾ പാടിയും വളർത്തിയെടുത്ത ഒരു സർഗശക്തി. പ്രകൃതിയോട് പൊരുതി നാഗരിക സംസ്കാരങ്ങൾ പടുത്തുയർത്തിയതും എത്രയെത്ര ഏകാധിപതികളുടെ ദുർഭരണത്തെ തകർത്തെറിഞ്ഞതും ഈ മനുഷ്യന്റെ ചിന്താശേഷിയും സർഗശക്തിയും കൊണ്ടാണ്. പക്ഷേ ചരിത്രത്തിൽ ഈ കുതിരയെ ചിലർ കെട്ടിയിടാൻ ശ്രമിച്ചിട്ടില്ലേ? രാജാക്കന്മാരും പുരോഹിതന്മാരും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഈ സർഗശക്തിയെ ഉപയോഗിച്ചു. കൊട്ടാരങ്ങളിൽ രാജാക്കന്മാരെ പുകഴ്ത്താനും ദേവാലയങ്ങളിൽ സ്തുതിഗീതങ്ങൾ പാടാനും മാത്രമായി ഈ വലിയ മനുഷ്യശേഷിയെ അവർ ചുരുക്കിക്കെട്ടി. ശരിയാണ്, അധികാരം എപ്പോഴും ഈ സർഗശക്തിയെ ഭയപ്പെട്ടിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്ന് നമ്മൾ ഈ ചെമ്പൻ കുതിരയെ AC-ഇട്ട കോർപ്പറേറ്റ് ക്യൂബിക്കിളുകളിൽ കെട്ടിയിട്ടിരിക്കുകയല്ലേ? അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയല്ലേ? അന്നും ഇന്നും ആരെങ്കിലും ഈ സർഗശക്തിയെ തളയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
വളരെ കൃത്യമായൊരു താരതമ്യമാണത്. കോർപ്പറേറ്റ് ലോകത്തായാലും ശരി, മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തയെ വെറുമൊരു യന്ത്രത്തെപ്പോലെ പണിയെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരവസ്ഥയുണ്ട്. അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും നമ്മൾ? എന്നാൽ കവിതയിൽ വയലാർ പറയുന്നത് തന്റെ പൂർവികരായ നവോത്ഥാന നായകന്മാർ ഈ ആധിപത്യത്തിൽ നിന്നെല്ലാം സർഗശക്തിയെ മോചിപ്പിച്ചു എന്നാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സമൂഹത്തെ നേർവഴിക്ക് നയിച്ച സാധാരണ മനുഷ്യർ, മണ്ണിൽ പണിയെടുക്കുന്നവർ, അവരിൽ നിന്നാണ് താൻ ഈ കവിതാശേഷി ഏറ്റുവാങ്ങിയത്. അതൊരു വലിയ പ്രഖ്യാപനമാണ്. അതെ, അതുകൊണ്ട് തന്റെ കവിത ആരെയും പുകഴ്ത്താനുള്ളതല്ല, മറിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയുള്ളതാണെന്ന് കവി പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യതീതമായ അത്ഭുതങ്ങളിലല്ല, പച്ചയായ മനുഷ്യത്വത്തിലാണ് യഥാർത്ഥ മാറ്റങ്ങളുണ്ടാവുക എന്ന് ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം. മനുഷ്യത്വത്തിൽ ഊന്നിയുള്ള ആ ഒരു വിപ്ലവബോധം അത് ശരിക്കും രോമാഞ്ചമുണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. തീർച്ചയായും വലിയൊരു ദൂരമാണ് നമ്മൾ സഞ്ചരിച്ചത്. വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരമ്മയുടെ നിസ്സഹായതയിൽ തുടങ്ങി നളിനിയുടെയും ദിവാകരന്റെയും ജീവിത ലക്ഷ്യങ്ങളിലെ മാറ്റങ്ങളിലൂടെയും പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഓണമുറ്റത്തെ കാഴ്ചകളിലൂടെയും നമ്മൾ കടന്നുപോയി. തുടർന്ന് രാമൻ കാണിച്ചു തന്ന ജീവിതത്തിന്റെ നശ്വരതയും അസ്ഥിരതയും നമ്മൾ മനസ്സിലാക്കി. അതെ, ഈ അസ്ഥിരത ഒരു വലിയ പാഠമാണ്. ഒടുവിൽ ഈ നശ്വരമായ ജീവിതത്തിലും മനുഷ്യനെ അനശ്വരനാക്കുന്ന അവന്റെ അടങ്ങാത്ത സർഗശക്തിയാകുന്ന ആ ചെമ്പൻ കുതിരയുടെ കുളമ്പടികളിൽ നാം എത്തിനിൽക്കുന്നു. മനുഷ്യജീവിതം എത്രത്തോളം സങ്കീർണവും എന്നാൽ മനോഹരവുമാണല്ലേ? അതെ, വൈകാരികമായ ഒരു വലിയ സ്പെക്ട്രം തന്നെയാണ് നാം ഇവിടെ കണ്ടത്. ഈ സ്രോതസ്സുകളെല്ലാം തന്നെ കേവലം സാഹിത്യം എന്നതിലുപരി നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന വലിയ ദർശനങ്ങളാണ്. മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെ പരിമിതികളെയും സാധ്യതകളെയും ഇത് കൃത്യമായി വരച്ചു കാണിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പ്രിയ ശ്രോതാവേ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനൊരു ചെറിയ ചോദ്യമുണ്ട്. വയലാർ പറഞ്ഞ ആ ചെമ്പൻ കുതിര, അതായത് ആ വലിയ സർഗശക്തി, മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ്, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുമുണ്ട്. ഉറപ്പായും എല്ലാവർക്കും അവരുടേതായ സർഗശക്തിയുണ്ട്. ആ കുതിരയെ നിങ്ങളിപ്പോൾ എവിടെയാണ് തളച്ചിരിക്കുന്നത്? അത് നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി, നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കു വേണ്ടി സ്വതന്ത്രമായി ഓടാൻ നിങ്ങൾ അലൂരിക്കുന്നുണ്ടോ? അതോ ദൈനംദിന ജീവിതത്തിന്റെ ഈ തിരക്കുകളാകുന്ന കൊട്ടാരങ്ങളിൽ വെറുമൊരു സ്തുതിപാഠകനായി അതിനെ നിങ്ങൾ ഒതുക്കിയിരിക്കുകയാണോ? ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഞങ്ങളുടെ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. ആവേശകരമായ പുതിയ അറിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ചിന്തിക്കുക, കണ്ടെത്തുക. തീർച്ചയായും കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ശുഭദിനം. Welcome friends to iLlama Screen, the best place that you've ever seen. Feeling ready for the day? Let's get started right away. You've got this, let's learn and grow. You've got this, let's learn and grow.